കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണ അപശ്രീ മാങ്കൂട്ടം അയാളുടെ സൈബർ വെട്ടുകിളികളെ ഉപയോഗിച്ച് അതിജീവിതയെ ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനതകളില്ലാത്ത ലൈംഗിക ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ആരോപണങ്ങളല്ല, മറിച്ച് താൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ആമുഖമാണ് എന്ന് തെളിയിക്കുന്ന ജാമ്യാപേക്ഷയാണ് രാഹുൽ കോടതിക്ക് നൽകിയിരിക്കുന്നത്. തെളിവുകളെല്ലാം രാഹുലിനെതിരെ ശക്തമാവുമ്പോൾ പരുങ്ങലിലായ പെർവർ പല കളികളും ആസൂത്രണം ചെയ്യുകയാണ്. അതിൽ ആദ്യം നടത്തിയ ഏറ്റവും നാണംകെട്ട നീക്കം അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ശ്രമം നടത്തിയതാണ്. രാഹുൽ ഈ വിവരം ഒരു കാരണവശാലും പുറത്തു വരരുത് എന്നുറപ്പിച്ച് യുവതിയുടെ നഗ്ന ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു വെച്ചിരുന്നു. എന്തെങ്കിലും വിധത്തിൽ തന്റെ പദ്ധതികൾ പാളിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു റാപ്പിഡ് റിയാക്ഷൻ ടീം ആദ്യമേ തയ്യാറാക്കി വെച്ചു. അതിനയാൾക്ക് വലിയ പണിയെടുക്കേണ്ടി വന്നില്ല. കോൺഗ്രസിൽ പിടിമുറുക്കിയിരിക്കുന്ന ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമായി KPCCയുടെ ഡിജിറ്റൽ മീഡിയ മുഴുവൻ ഈ പെർവേർട്ടും അയാളെ സംരക്ഷിക്കുന്നവരും ഹൈജാക്ക് ചെയ്തിരുന്നു. അതിനൊപ്പം നക്കാപ്പിച്ച കൊടുത്ത് കൂടെ കൂടിയിരിക്കുന്ന കുറെ യൂട്യൂബ് ചാനലും ഓൺലൈൻ പേജുകളും. രാഹുലിനെതിരെ ആരോപണം വരുന്ന സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ടാവും. ആഗസ്റ്റ് മാസം ഒരു പെൺകുട്ടി ഒരു ചാനൽ ചർച്ചയിൽ സൂചന തരുന്നു. മാങ്കൂട്ടം ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. പിന്നെ നിരവധി പെൺകുട്ടികളുടെ പരാതി പ്രവാഹമായിരുന്നു. സമാന അനുഭവങ്ങൾ നേരിട്ട നിരവധി കുട്ടികൾ ഉണ്ടായിട്ടും അന്നെല്ലാം ഈ പെർവേർട്ടിന് രക്ഷയായത് പരാതി ഇല്ലാത്തതായിരുന്നു. പരാതി വന്നപ്പോൾ തലയിൽ മുണ്ടിട്ട് മുങ്ങിയ ഇവൻ സൈബർ അറ്റാക്കിലൂടെ അതിജീവിതയ്ക്ക് നൽകിയത് ഭീഷണിയാണ്. എനിക്കെതിരെ പരാതി നൽകിയാൽ ഇതാണ് നിന്റെ ഗതി. അത് അതിജീവിതയ്ക്ക് മാത്രമല്ല, ഇവൻ ഇരയാക്കിയ മുഴുവൻ അതിജീവിതകൾക്കുമുള്ള ഭീഷണി. ഒരു പരാതി വന്നാൽ ഇവനെതിരെ തുടരെ പരാതികൾ വരുമെന്ന് ഈ ഞരമ്പ് രോഗിക്ക് നല്ല ധാരണയുണ്ടായിരുന്നു. അത് പ്രതിരോധിക്കാനാണ് ഈ ദിവസങ്ങളിൽ തുടരെ സൈബർ അറ്റാക്ക് അഴിച്ചുവിട്ടത്. ഇതിന് നേതൃത്വം നൽകുന്ന പഴയ സംഘിയും പുതിയ കോൺഗ്രസുമായ സന്ദീപ് വാര്യർക്ക് സ്വന്തം തട്ടകം തന്നെ വാഗ്ദാനം നൽകിയാവാം ഈ പണിക്ക് ചുമതലപ്പെടുത്തിയത്. പാലക്കാട് ഈ നിലയിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പെർവേർട്ടിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് എന്തായാലും മുതിരില്ല. അപ്പോൾ സീറ്റ് ഭദ്രമായി പഴയ സംഘി വിഷയത്തിന് നൽകാമെന്ന അറ്റകൈ പ്രയോഗം നടത്താനും ഈ പെർവേർട്ടിന് യാതൊരു മടിയുമില്ല. പക്ഷെ ഈ നീക്കങ്ങളെ സർക്കാരും പോലീസും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏൽപ്പിച്ച പണി കാര്യമായി ചെയ്ത KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെ കേസിൽ പ്രതിയാക്കി. രാഹുലിനായി രംഗത്ത് വന്ന സകല സൈബർ വെട്ടുകിളികൾക്കും ഗണത്തിലുള്ള കേസാണ് അടിച്ചു കിട്ടിയിരിക്കുന്നത്. അതിനിടയിൽ തലയിൽ ഇലാസ്റ്റിക് ഇട്ട് നടക്കുന്ന ചേട്ടൻ ഈ ഞരമ്പ് രോഗിയെ വെളുപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. 48 മണിക്കൂറായി ഈ മഹാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് ഓടിച്ചാടി തളരുകയാണ്. അതിജീവിതയുമായി ബന്ധപ്പെട്ട സകല വിവരവും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ മെറ്റയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈബർ ഭീഷണി 4 മടക്കി ഒളി സങ്കേതത്തിൽ കുഴിച്ചിടുന്നതാണ് നല്ലത്. വൈകൃതത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന സകലർക്കും ഇതൊരു മുന്നറിയിപ്പാണ്.